viewers, welcome back. അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിനകത്തെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ സ്ക്രോൾ അതിന് മറ്റേ ഇങ്ങനെ കറങ്ങുന്ന സാധനം ഉണ്ടല്ലോ, മൗസിൻ്റെ ഒക്കെ ഉള്ളത്, അത് പേരും കിട്ടുന്നില്ല. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് സൂം ഔട്ടും സൂം ഇന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് ക്ലിക്ക് ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നീക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് ഞെക്കിക്കൊണ്ട് ഡബ്ല്യു ഫോർവേഡ് പോകാം, ഇ സൈഡ് മണ്ടയ്ക്കോട്ട് പോകാം, ക്യൂ താഴോട്ട് വരും, എസ് ബാക്കിലോട്ട് വരും, എ റൈറ്റിലോട്ട് പോകും, എ ലെഫ്റ്റിലോട്ട് പോകും, ഡി റൈറ്റിലോട്ടും പോകും. ഓക്കെ, അത് ഞെക്കിയിട്ട് 6 ഞെക്കുവാണെങ്കിലും ഇതെല്ലാം ഞെക്കണമെങ്കിൽ ജസ്റ്റ് ആ ലെഫ്റ്റ് ക്ലിക്ക് ഞെക്കിപ്പിക്കണം. അതിനകത്ത് റൈറ്റ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും എറൗണ്ട്. ഞാൻ ഇപ്പോൾ ഒരു ക്രീപ്പറിനെ എടുത്തു, ഓക്കെ, 6 ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ 0 വരും. ഈ ഒരു റൈറ്റ് ക്ലിക്ക് ഞെക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ചുറ്റും കാണാൻ പറ്റും. ഇതുപോലാണെങ്കിൽ ഇതുപോലെ. ഓക്കെ, ഇതാണത്. ഓക്കെ, ഇതാണ് നമ്മുടെ കൺട്രോൾസ് മെയിനായിട്ട്. അതിൽ ഷിഫ്റ്റ് ഞെക്കിയിട്ട് ഫ്രണ്ടിലോട്ട് നടക്കാൻ നോക്കുവാണെങ്കിൽ പതിയെ പോകും. അല്ലാതെ നമ്മൾ ഇത് ഞെക്കുവാണെങ്കിൽ സ്പേസ് ബാർ ഞെക്കുവാണെങ്കിൽ നല്ല സ്പീഡിൽ പോകും. പക്ഷെ ഞാൻ ദൂരോട്ട് എങ്ങനെയല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ ലെഫ്റ്റ് ക്ലിക്ക് ഞെക്കുക, 6 ഞെക്കിയാൽ മാത്രം മതി, തിരിച്ചു വന്നോളൂ. ഓക്കെ, കൺട്രോൾസിൻ്റെ കാര്യമൊക്കെ എത്രയേ ഉള്ളൂ. അപ്പം ബൈ.